ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നന്ദൂസ് ബ്യൂട്ടി വേൾഡ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എന്താ പറയുക, എല്ലാവർക്കും പൊതുവേ ഡ്രൈ ഹെയർ ആണെങ്കിലും ശരി, ഓയിലി ഹെയർ ആണെങ്കിലും ശരി, എല്ലാവർക്കും പൊതുവായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മളുടെ കർക്കിടക സ്പെഷ്യൽ താളിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഷാമ്പു ഈ ഒരു മാസമാണ് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഷാമ്പു നല്ലത്. വീക്കിലി നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഒരു വട്ടം അങ്ങനെ യൂസ് ചെയ്യുന്നതായിരിക്കും ഞാൻ അങ്ങനെയാണ് പറയുക. കാരണം അത്രയ്ക്ക് നമ്മൾ കെമിക്കലൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും അത്രയ്ക്ക് നമുക്ക് നല്ല മുടിക്ക് നല്ല ഗുണം കിട്ടുന്ന നല്ലൊരു താളിയാണെങ്കിൽ അത് അത്രയും നല്ലതല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള നല്ലൊരു താളിയാണ് നമ്മളിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ഒരു മാസമെങ്കിലും സ്ഥിരമായിട്ട് ഷാമ്പു ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഓൾട്ടർനേറ്റീവ്ലി എങ്കിലും നിങ്ങൾക്കിത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നരാടെ എന്തായാലും എന്താ പറയുക ഷാമ്പു ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു താളിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് എന്താ പറയുക, മുടി കുറച്ച് ഭയങ്കര ഡ്രൈ ആയി പോകുന്നു, താളിയൊക്കെ തേക്കുന്നതൊക്കെ ഡ്രൈ ആയി പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് കൂട്ടിയിട്ട് ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് കിടക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുപോലെയുള്ള നല്ലൊരു താളിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളും കാണുക, യൂസ്ഫുള്ളായ വീഡിയോ തന്നെ ആയിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ പേര് അരണ്യ. നമ്മളുടെ വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടു നോക്കുക, ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം നമുക്ക് വെച്ച് താമസിപ്പിക്കണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ താളി ഉണ്ടാക്കുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുമ്പോൾ നമ്മളുടെ ചെമ്പരത്തി ഇലയും നമ്മളുടെ പൂവും തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ പൂ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ചെമ്പരത്തി ഇല മാത്രമായിട്ട് എടുത്താലും മതി. അതിപ്പോൾ ഒറ്റ ഇതിൽ ചെമ്പരത്തിയിൽ തന്നെ വേണമെന്ന് നിർബന്ധവുമില്ല. ഉണ്ടെങ്കിൽ അതാണ് നല്ലത് കേട്ടോ. നമ്മൾ 5 ഇതൾ ചെമ്പരത്തി ഇല്ലേ, അതാണ് എപ്പോഴും കുറച്ച് ഗുണം നമുക്ക് കൂടുതൽ കിട്ടുക. അപ്പോൾ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ കുറച്ചധികം ഇല എടുത്തിട്ടുണ്ട്. എനിക്ക് താളിയൊക്കെ ആണെങ്കിൽ ഞാൻ തലയിൽ തേക്കുമ്പോൾ കുറച്ച് അധികമായിട്ട് നന്നായിട്ട് മുടിയും സ്കാൽപ്പും ഫുള്ളും കവർ ചെയ്ത് വരുന്ന രീതിയിൽ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചധികം ഇലയും ഒരു 4 പൂവും എടുത്തിട്ടുണ്ട്, ഒരു മുട്ടും ഉണ്ട്. അപ്പോൾ അത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അടുത്ത് നമ്മൾ ഈ താളിയിൽ ചേർക്കാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇത് കയ്യൂന്നിയാണ്. കയ്യൂന്നി എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ, നമുക്ക് അത്യാവശ്യത്തിനുള്ളത് മതിയാവും. ഒരുപാട് നമ്മൾ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മളുടെ താളിയിൽ 2 ഐറ്റം ഇത് തന്നെയാണ് കേട്ടോ. നമ്മളുടെ ചെമ്പരത്തിപ്പൂവും ഇലയും നമ്മളുടെ കയ്യൂന്നിയും ഞാൻ എടുത്തിട്ടുണ്ട്. കയ്യൂന്നി ഇല്ലെങ്കിലും നിങ്ങൾ കുഴപ്പമില്ല കേട്ടോ. കയ്യൂന്നി ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക, പേരയിലായാലും നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ. പേരയില കൂട്ടിയിട്ട് എടുത്തിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇത് രണ്ടും നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് കൈകൊണ്ട് നമ്മൾ ഇങ്ങനെ സാധാരണ താളി വെള്ളത്തിലിട്ടിട്ട് കൈകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കില്ലേ, അപ്പോൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത് കയ്യൂന്നി മാത്രമായിട്ട് അരച്ചെടുക്കണം. അപ്പോഴേ അതിൻ്റെ ഒരു ഗുണം കിട്ടുള്ളൂ. എന്നിട്ട് നമുക്കിത് രണ്ടും കൂടിയിട്ട് തുണിയിൽ അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ടാണ് നമ്മളിനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ചേർക്കുന്നത്. അടുത്ത എന്താണെന്നല്ലേ, ഇതാണ് നമ്മളുടെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ്. ഞാൻ എന്താ പറയുക, കട്ട് ചെയ്ത് നമ്മളുടെ ആ ഒരു മഞ്ഞ കറയൊക്കെ കളഞ്ഞിട്ട് ഞാനിപ്പോൾ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. നന്നായിട്ട് അതിൻ്റെ ആ ഒരു മഞ്ഞ കളറൊക്കെ പോയി കറയൊക്കെ പോയി നല്ല ക്ലീൻ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് വെച്ചേക്കുന്നതാണ്. എന്നിട്ട് നമ്മളിനി ഇത് ചെയ്യാൻ പോകുന്നത് നല്ല സ്പൂണ് കൊണ്ട്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സ്പൂണോട് അല്ലെങ്കിൽ നമ്മൾ കത്തി കൊണ്ട് പയ്യെ ചെറുതായിട്ട് പ്രസ് ചെയ്ത് അമുക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു നല്ല തിക്കായിട്ടുള്ള ജെല്ലായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ എന്താ പറയുക, അങ്ങനെ നമ്മൾ തിക്കായിട്ടുള്ള ഒരു ജെൽ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ അതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചാണ്. നമ്മളിത് മിക്സിയിൽ അടിക്കുന്നില്ല, നമ്മൾ ആ താളി മാത്രമായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് നമ്മൾ തുണിയിൽ അരിച്ചെടുത്തതിന് ശേഷം മാത്രം നമ്മൾ ആ സ്പൂൺ കൊണ്ട് ചുരണ്ടി എടുത്ത് നമ്മളുടെ ഈ അലവര നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു തിക്കായിട്ട് തോന്നിക്കും. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു എന്താ പറയുക, നമുക്ക് കുറച്ച് കംഫർട്ടബിളായിട്ട് തോന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ കറ്റാർവാഴ പിന്നെ നമ്മൾ മിക്സിയിൽ അടിക്കുകയാണെങ്കിൽ നമുക്കങ്ങ് ഭയങ്കര ലൂസായിപ്പോവും. അപ്പോൾ അങ്ങനെ ആവാണ്ടിരിക്കാനാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്.
അപ്പോൾ ഞാൻ ഇത് നമ്മൾ അരച്ചെടുത്തിട്ട് എന്താ പറയുക, നമുക്കിതൊന്ന് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. ഇത് നമ്മളിത് ഇത്രയും 3 ഐറ്റവും കൂടിയിട്ട് വെച്ചിട്ടാണ് നമ്മളുടെ താളി തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത് മിക്സിയിൽ നമ്മളുടെ ഈ 2 ഐറ്റവും കൂടി ആയിട്ട് അരച്ചിട്ട് ഞാൻ ഇത് അലോവേരയും ചേർത്ത് ആഡ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇതേ നമ്മുടെ താളി തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിട്ടുള്ളത്. അധികം നമുക്ക് ആ ഒരു പൊടിയൊന്നും ഇല്ലാണ്ട് അങ്ങനെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ എന്താ പറയുക, ഒരു തുണിയിൽ തന്നെ ഞാൻ പറഞ്ഞു വിട്ട് തന്നെ ഒരു തുണിയിൽ അരിച്ചാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളെപ്പോഴും അങ്ങനെ എടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് കാരണം താളി തേക്കുന്നവർക്ക് ആ പൊടി തലയിലിരിക്കുന്നു എന്നുള്ളൊരു ആ ഒരു പരാതി മാറിക്കിട്ടാൻ നല്ലതാണ് കേട്ടോ. എപ്പോഴും തുണിയിൽ തന്നെ അരിച്ചെടുക്കുക. നിങ്ങൾക്ക് എന്താ പറയുക, തുണിയിൽ അരച്ചെടുക്കുമ്പോൾ കുറച്ച് പ്രയാസം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, കുറച്ച് കൂടിയിട്ട് ഞാൻ കഞ്ഞിവെള്ളം ചേർത്താണ് അരച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കഞ്ഞിവെള്ളം ചേർത്തതിന് കുറച്ചുകൂടി അധികം കഞ്ഞിവെള്ളം ചേർത്താൽ കുറച്ചുകൂടി ലൂസായി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് തുണിയിൽ കൂടി വരാനും കുറച്ച് എളുപ്പമായിരിക്കും. ഞാൻ കുറച്ച് തിക്കായിട്ട് തന്നെ എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് ശേഷം നമ്മൾ എടുത്തതിന് ശേഷം തന്നെയാണ് ഞാൻ കറ്റാർവാഴ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഓയിൽ ഒരുവിധം നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം സ്കാൽപ്പിലും ഹെയറിലും പറ്റുമാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഹോട്ട് ഓയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഹോട്ട് ഓയിൽ ചെയ്തിട്ട് നമുക്കിത് താളി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ഡബിൾ ബെനിഫിറ്റ് ആയിരിക്കും നമുക്കതൊന്നും കിട്ടുക, ഉറപ്പാണ് കേട്ടോ. അപ്പം ഞാനിത് എൻ്റെ തലയിൽ അപ്ലൈ ചെയ്യട്ടെ. അപ്പോൾ ഞാൻ എൻ്റെ തലയിൽ മുടിയിലും സ്കാൽപ്പിലും ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്, കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു എന്താ പറയുക, നമ്മൾ കറ്റാർവാഴയൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ഇതിൽ ഞാൻ ചേർത്തിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് നമ്മളുടെ എന്താ പറയുക, നമ്മൾ താളി സാധാരണ ഉപയോഗിക്കുന്നത് ചെമ്പരത്തി തന്നെയായിരിക്കും കൂടുതലും പേര് ഉപയോഗിക്കുക. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ ചിലർക്ക് കൂടുതലും ഡ്രൈ ഹെയർ ഉള്ളവർക്ക് ഓവർ ഡ്രൈ ആയി പോകുന്ന ഒരു ചാൻസ് ഉണ്ട്. അപ്പോഴത്തേക്കും അങ്ങനെ ആയി പോയിട്ടുണ്ട്. അപ്പോൾ ആയി പോവുകയാണെങ്കിൽ നമ്മളിതിൽ നമ്മൾ ചേർത്തിട്ടുള്ള പോലെ നമ്മുടെ അലോവേര ചേർത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അലോവേര നമ്മളുടെ മുടിയൊന്ന് കുറച്ച് നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് വെക്കാൻ നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്കിത് 2 വിധത്തിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ്, ഒരു 10 മിനിറ്റ് തന്നെ മതിയാവും. അപ്പോൾ അത്രയും സമയം വെച്ചിട്ട് പ്ലെയിനായിട്ട് ചുമ്മാ നമ്മൾ പ്ലെയിനായിട്ട് വാഷ് ചെയ്ത് കളയാൻ മാത്രമാണ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ നിങ്ങൾ താളി ഉപയോഗിക്കുന്ന പോലെ ഞാനൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്നത് അങ്ങനെയാണ്. നമ്മൾ സാധാരണ വെള്ളത്തിൽ ഇങ്ങനെ കലക്കിയിട്ട് തലയിൽ കോരി ഒഴിച്ച് നന്നായിട്ട് എന്താ പറയുക, കൈ കൊണ്ട് ഇങ്ങനെ ചെയ്തിട്ട് മസാജ് പോലെ ചെയ്തിട്ട് കഴുകി കളയുകയാണ് ചെയ്യുക. നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ചെയ്തേക്കുന്ന ആ ഒരു മെത്തേഡിലും ചെയ്യാം. 2 വിധത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. മുടിക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള മുടി വളരാൻ ഒരുപാട് നമ്മളെ സഹായിക്കുന്ന എന്താ പറയുക, ഒരു കുഴപ്പവും മുടിക്ക് ഒരു ആഫ്റ്റർ എഫക്റ്റും വരാത്ത രീതിയിലുള്ള നല്ലൊരു താളിയാണ് നമ്മളിന്ന് തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പൊക്കോളൂ. ഇതുപോലെയുള്ള യൂസ്ഫുള്ളായ വീഡിയോകൾ ഭാവിയിൽ നിങ്ങൾക്ക് കാണാനും സാധിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത ദിവസം നല്ലൊരു എന്താ പറയുക, യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു വീഡിയോയുമായിട്ട് കാണും വരെ. ബൈ.